നമസ്കാരം കൂട്ടുകാരെ. ഞാനേ കുറച്ച് നാളായിട്ട് ചിന്തിക്കണേ ആലോചിക്കുന്നു. സൂമ്പ കളിച്ച് തടി കുറച്ചിടുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിലും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ, എന്തെങ്കിലും ജോലികൾ ചെയ്ത് അല്ലാതെ കുറച്ച് ദിവസമായി വിചാരിക്കും. മഴക്കാലത്ത് ഈ ബെഞ്ച് ആകെ പൊടി പിടിച്ച് നാശമായി കിടക്കും. പോരാത്തതിന് കാക്കയൊക്കെ വന്നിരുന്ന് കാശിച്ച് ആകെ കുളമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ടാസ്ക് ഏറ്റെടുക്കാൻ തിരിഞ്ഞു. കിട്ടാലും കാക്കകൾ കർക്കശയാക്കും, അത് വേറെ കാര്യം. എന്നാലിപ്പോൾ ഇനി മഴയൊന്നുമില്ലല്ലോ, ഒരു നാളും മഴ കാരണം നമ്മൾ ചെയ്യാറുണ്ട്. കാരണം ഇടയ്ക്ക് കഴുകിയിടാറുണ്ട്. എന്നാലും മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പൊടിയെല്ലാം, അന്തരീക്ഷത്തിലെ പൊടിയെല്ലാം ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം കാക്കയ്ക്ക് അടുത്ത പണി തുടങ്ങാം. ഇതിന് മുകളിൽ കാക്കയ്ക്ക് വേണ്ടി ഷീറ്റ് ഇടേണ്ടി വരും. ബെഡിൻ്റെ മുകളിലല്ല, ഇവിടെ ഭയങ്കര കാറ്റാണിപ്പോൾ. ജന്മാസ കാറ്റ്, അക്രമ കാറ്റ്, പാലക്കാടൻ ചുരം കടന്നു വരുന്ന കാറ്റ്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് കുറച്ച് കിളയ്ക്കാനുണ്ട്. കിളയ്ക്കാന്ന് വെച്ചാൽ കാവത്ത് നട്ടിട്ടുണ്ട്, കാച്ചിൽ കുത്തിയതിന്, അത് പറിക്കണം. ഇവിടെ പറയുമ്പോൾ ഒരാൾക്ക് ഭയങ്കര മടിയാണ്. തൂമ്പ എടുത്ത് കളിക്കണം, തൂമ്പ എടുത്ത് കിളയ്ക്കണം, തൂമ്പ കളിക്കണോ എന്നാണ്. ഇതേ ആ മേലെ കാണുന്ന ആ ഇതില്ലേ, അതിലാണ് കാക്ക വന്നിരിക്കുക. ഇതിന് നേരെ കൃത്യം ഇതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങോട്ട് സാധിക്കും. ഏതൊരു കാര്യവും പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്ന അതങ്ങനെ തന്നെ കിടക്കുള്ളൂ. ഇത് കണ്ട, ആകെ കറ പിടിച്ച് കിടന്നിരുന്ന ബെഞ്ച് ക്ലീനാക്കി. ഇനി ഫ്ലോറ് പക്ഷേ എനിക്ക് കുനിഞ്ഞിരുന്നേ മന്ദം ചുരണ്ടാൻ പറ്റില്ല, നടുവിൻ്റെ പ്രശ്നം. ഇപ്പം ഇത്രയും കുനിഞ്ഞെന്ന് തന്നെ എനിക്ക് നാളെ എഴുന്നേക്കാൻ പറ്റാത്ത വേദന വരും. ഡിസ്ക് പ്രൊലാപ്സ് വന്ന് ഒക്കെ ശരിയാക്കി വെച്ചിരുന്ന നടുവല്ലേ, അത് കാരണം കഴിയുന്നതും ഇങ്ങനത്തെ പണികളൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കില്ല ഹസ്ബൻഡ്. ഞാൻ ചിലതൊക്കെ ഇങ്ങനെ കാലുകൊണ്ട് ഇത് ഇങ്ങനെ ഉറച്ചൊക്കെ കഴുകും. പിന്നാക്കാം. ഇപ്പോൾ ചെയ്യാണ്ടിരുന്ന പണിയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു ക്ഷീണം വരുന്നുണ്ട്. തൂമ്പെടുത്ത് കളിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇതാണ് കുഴപ്പം. കളിച്ച് കഴിഞ്ഞാൽ ഇപ്പം നെഞ്ചിലും വരും. അപ്പോൾ ഓക്കെ.